ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താ പറയുക, നമുക്ക് പുളിച്ചമ്മന്തി ഉണ്ടാക്കാം. ഞാനാണ് ഉണ്ടാക്കുന്നത്, കൂട്ടിന് വിളിച്ചതാണ് അമ്മനെ. നമുക്കിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇടിക്കല്ല് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുളി കുറച്ചിടാം, കുറച്ച് മതി മതി മതി. ഇനി ഉപ്പ്, കല്ലുപ്പിടും. ചെറിയുള്ളി എവിടെ? ഇതാ അപ്പുറത്തും. ഗൈസ്, ചെറിയുള്ളി ചമ്മന്തി അരയ്ക്കാൻ പൊരിക്കാതെ ഒക്കെ എടുത്ത് വെച്ചിരിക്കുക. എന്താ ചെയ്യുക ഗൈസ്? അപ്പോൾ ഞാൻ കാന്താരി എടുത്തിട്ടുണ്ട്, നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഇനി അതൊക്കെ ഇടിക്കും, ഞാൻ അടിക്ക് തൊളിച്ചുതരാം. ഓക്കെ, നമുക്ക് ഇടിക്കാം. അതൊക്കെ കല്ല് ഇതുകൊണ്ട് കല്ല് കേട് വരില്ലെന്നാ പറയുന്നത്, കൈ കേട് വരില്ലെന്ന് പറയുന്നില്ല. അതൊക്കെ പതുക്കെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അമ്മ പുതിനയെല്ലാം ഒന്ന് കഴുകും. ഗൈസ്, പുതിനയാണ് ഇവിടെ മാക്സിമം സാധനങ്ങൾ വീട്ടിൽ വെക്കാറുണ്ട് കേട്ടോ, വീട്ടിലുള്ളതാണ് ഇതൊക്കെ. അമ്മൻ്റെ അടുത്ത് കുത്തിപ്പിക്കാൻ കൊത്താൻ മിക്സ് ആവില്ല, ഓർമ്മ കാര്യം മുളക് പൊടി വേണം. നമുക്കിത് ഇത് കഴിക്കാം. പച്ചപ്പുളിയാണ് സമ്മന. വീട്ടിൽ കുറച്ച് അപ്പുറത്തായിട്ട് പുളിമാരും ഉണ്ട്, പിന്നെ അവിടെ പോയിട്ട് പുളി ഒന്നാ കിട്ടിയോ അത് കഴിക്കാം. അമ്മയ്ക്കാണെങ്കിൽ ഇഷ്ടമല്ല. അപ്പോൾ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ പുളിയുണ്ട്, എരിയുണ്ട്. ഒരേ പാത്രത്തിലാക്കാം. വയസ്സ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചെടുക്കാം. എന്തിനാ മിക്സ് ചെയ്യും, സ്പൂൺ എടുത്ത് മിക്സ് ചെയ്യും. അവിടെയൊക്കെ വൃത്തിയാക്കണേ. ഒരു നോട്ടെ. സുഖതാ ഒരു പൊട്ട് കഴിച്ചു നോക്കാം. അതൊരു ഒന്നാമത്തെ കാര്യം, ഈ പുളി എരിവൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ചമ്മന്തി, അച്ചാർ, വീട്ടിലൊക്കെ അച്ചാർ മേടിച്ചാൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അരപ്പോട്ടലാവും. അതുകൊണ്ട് പിന്നെ അധികം അച്ചാർ ഇവിടെ മേടിക്കാറില്ല, ഞാൻ തന്നെ തിന്നു. അച്ചാർ ചപ്പാത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, ഇഡ്ഡലിൻ്റെ കൂടെ, ദോശൻ്റെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കും. അങ്ങനെ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ അച്ചാർ മേടിക്കാറില്ല. അപ്പോൾ എനിക്ക് ഇരുന്നപ്പോൾ ഒരു ഐഡിയ തോന്നി, ഞാൻ പുളിച്ചമ്മന്തി. നമുക്ക് ചോറ് കഴിക്കട്ടോ അതിനൊപ്പം. നമുക്ക് ഫുഡ് കഴിക്കുക. നമ്മൾ ഉണ്ടാക്കിയ ചമ്മന്തി ഉണ്ട്, പിന്നെ മോര് കാച്ചിയതുകൊണ്ട് നമുക്ക് ഇവിടെ കഴിക്കാം. ഓക്കെ, നല്ല ടേസ്റ്റ്, നല്ല ഒരു സമയത്ത് വേഗം കേട്ടോ. നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇത്ര ഉള്ളൊരു വീഡിയോ അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.